കുക്കർ കേട്ടോ. അപ്പോൾ പിന്നെ കുക്കറായിട്ടാണ് കേട്ടോ വന്നിട്ട്. കുക്കറിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് സാധനങ്ങൾ നിറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സാധനങ്ങൾ നിറച്ച് അടുപ്പത്ത് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വെക്കും. അതിനുശേഷം നമ്മൾ ഇങ്ങനെ അടച്ച് വെക്കും. ഇതാണ് സാധാരണ എല്ലാവരും കുക്ക് ചെയ്യുക. ഇത് ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അടച്ച് വെക്കുന്നതിന് മുമ്പ് ഈ വിസിൽ ഒഴിവാക്കി വെക്കണം. ഒഴിവാക്കിയതിന് ശേഷം മാത്രം കുക്കർ അടച്ച് വെക്കുക. അതിനുശേഷം ആവി വരുന്ന സമയത്ത് മാത്രമേ ഇത് അടച്ച് വെക്കാൻ പാടുള്ളൂ. ഇതാണ് ഒരു ടിപ്സ്. അതുപോലെ നമ്മളിപ്പോൾ കുക്കറിൽ വെച്ചു, നമ്മൾ ഫുഡ് ആയതിനു ശേഷം എന്ത് ചെയ്യും? വിസിൽ ആദ്യം ഒഴിവാക്കും. വിസിൽ ഒഴിവായതിനു ശേഷം കുക്കർ തുറക്കും. കുക്കർ വന്നതിന് ശേഷം നമ്മളൊരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ സെർവ് ചെയ്യും. സെർവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ഇതിന് മുകളിൽ തന്നെ നമ്മൾ ഇങ്ങനെ മുട്ടും. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാരണം. കാരണം ഓരോ മുട്ടലിലും ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചുകൾ ഇതിന് മുകളിൽ വീഴും. ആ വീഴുന്ന പോയിന്റിലൂടെ എയർ പതുക്കെ ഔട്ടാവും. അങ്ങനെ കുക്കർ കുറച്ച് പഴകുന്ന സമയത്ത് കുക്കർ പൊട്ടിത്തെറിക്കാനുള്ള ഏറ്റവും വലിയൊരു സാധ്യതയുള്ള ഒരു കേസാണ് കേട്ടോ അത്. അതുപോലെ തന്നെ വേറൊരു ടിപ്സാണ്, നമ്മളെ ഈ ഒരു വാഷർ എല്ലാവർക്കും അറിയുമായിരിക്കും. നമ്മൾ ഈ വാഷറിൻ്റെ ടൈറ്റ് ആകുന്നില്ല, അതിൽ ഇതിൻ്റെ ഇടയിലോട്ട് എയർ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫ്രിഡ്ജിൽ വെക്കും, ടൈറ്റ് ചെയ്യും, വീണ്ടും തിരിച്ച് വെക്കും, യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് യൂസ് ചെയ്യുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ വാഷർ മാറ്റാൻ സമയം